തരിശു കിടക്കുന്ന പാടഭൂമിയെല്ലാം കത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഭയങ്കര തീയാണ്. നാട്ടുകാർ വിചാരിച്ചിട്ട് തീ അണയ്ക്കാൻ പറ്റുന്നില്ല. ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് തകഴിയിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഭയങ്കരമായിട്ട് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടോട്ടെല്ലാം പുകയും കരിയുമായതുകൊണ്ട് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. അവിടെ എല്ലാം പരന്ന് കിടക്കുവാണ് പാടം. അങ്ങോട്ടെല്ലാം തീ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ വെള്ളമൊഴിച്ച് കെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടും ഇതൊന്നും തീ കുറയുന്നില്ല. പരിസരത്തുള്ള വീട്ടുകാരൊക്കെ ജനലും കതവുമൊക്കെ അടച്ചിട്ടിരിക്കണം. കാരണം പുകയും കരിയും എല്ലാം വീട്ടിനകത്തോട്ട് കയറാൻ സാധ്യതയുണ്ട്. ഉടൻ തന്നെ ഫയർഫോഴ്സ് വരുന്നത് അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാജൂബിലി ഹോസ്പിറ്റലിൻ്റെ ഫയർ ഫൈറ്റിംഗ് ഹോസ് നമുക്ക് തന്നു. അത് വെച്ച് ഞങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇത് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഏരിയയിലെല്ലാം ഫയർ കയറും. അതുകൊണ്ട് അതിനുള്ള ശ്രമമാണ്. സിസ്റ്റർമാരും ഞങ്ങളെല്ലാവരും കൂടെ ഫയർ എഞ്ചിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹായം കൂടെ വേണ്ടി വരും. അവർക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കുകയാണ്. അവരിനി വന്ന് അവരുടെ രീതിയിൽ തന്നെ ചെയ്തോളും. ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് വരാം. വീഡിയോ സൈഡ് ഫിനിഷ് ആക്കിക്കോട്ടെ. സാറേ ഇനി ഇപ്പുറമായിട്ട് കൂടെ ഒന്ന് പിടിക്കാം. വീടുകളുണ്ട് കേട്ടോ സാറേ. അടുത്ത ലൈനിട്ടു. പോട്ടെ കലിഞ്ഞോട്ടെ പിടിച്ചോ മതി വലിയിട്ടോ പോട്ടെ ലൈനാ അവിടെ ഉള്ളത്. പോട്ടെ പവർ അവിടെ കണക്ഷൻ പോയി. ഇന്നോടെ കണക്ട് ചെയ്യണം സാറേ. ഒരെണ്ണോടെ കണക്ട് ചെയ്താൽ ഇതുകൊണ്ട് തീരും. വടക്കോട്ട് കയറിയാൽ അവിടെ നീട്ടിക്കൊടുത്താൽ അവിടെ ഫുള്ള് ഫിനിഷായിട്ട് ഇതൊന്ന് ക്ലീനാക്കിയാണ്. പലരുടെ കണ്ടോ സാറേ? കൃഷിയില്ലാതെ കിടക്കുന്ന തരിശുഭൂമിയാണ്. വൃത്തിയാക്കാൻ ചെയ്തായിരിക്കും. അതെ, ഒന്ന് വൃത്തിയായതാ. അവിടെ കൊടുത്തു. വെള്ളം നിറഞ്ഞു പോകുന്നു. അത് അകത്തോട്ടിടോ. ഇതൂടെ കൂടെ കൊടുത്താൽ നല്ലതാ. വലിച്ചോ ഇതൊന്ന് ഓഫ്. ഫയർ ഏരിയ മുഴുവൻ കത്തിച്ചാമ്പലായി. ഇത്ര ഏരിയയും കത്തി വന്നതാണ്. ഇനിയിപ്പോൾ ഈ ഏരിയയും കൂടെ ഉള്ളൂ കൊടുക്കാൻ.
അങ്ങനെ തീ ഒരുവിധം നിയന്ത്രണാവിധേയമായിട്ടുണ്ട്. ഇനി ആ സൈഡിലോട്ടൂടെ ഉള്ളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫിനിഷായിട്ടുണ്ട്. നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സമയോചിതമായ ഇടപെടൽ മൂലം വലിയൊരു വിപത്താണ് ഈ എടത്തുവാക്കാർക്ക് മാറിക്കിട്ടിയത്. ഇതെല്ലാം കത്തി വന്നതാണ്. ഇവിടെ ഏരിയ ഇത് പച്ചപ്പുല്ലായിരുന്നു, ഫുള്ള് കത്തിച്ചു.